ആംബുലൻസ് 8-9 കൊണ്ടുപോയിട്ടുണ്ട്. പല പീസുകളാണ് ഒക്കെ പിറക്കി കുട്ടികൾ കൊണ്ടുപോയിരിക്കുന്നത്. ഒക്കെ ഇവിടെയൊക്കെ ഈ ഭാഗത്തൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ നിന്നൊക്കെ കിട്ടിയതാണ് ഫസ്റ്റ് കൊണ്ടുപോയി. അപ്പൊ ആ സ്ഫോടനത്തിന്റെ പ്രകമ്പനത്തിൽ തെറിച്ച് വന്ന് ഇവിടെയൊക്കെ വീണൊക്കെയാണ്. അപ്പൊ അത് പല കഷ്ണങ്ങളായിട്ടൊക്കെ കിട്ടും. ഇപ്പോഴും പൊട്ടിത്തെറിക്കുന്ന ഇപ്പോഴും പൊട്ടിത്തെറി നടന്നുകൊണ്ടിരിക്കും. 8 ആംബുലൻസ് പോയി. 8 പോയി കഴിഞ്ഞിട്ടുണ്ട്. മെഡിക്കൽ കോളേജിലേക്കാണോ പോയത്? എല്ലാ മെഡിക്കൽ കോളേജിലൊക്കെ ഇവിടെ കണ്ടിടത്തോളം ആരും അനക്കില്ല. ഒരാൾക്ക് സ്ത്രീകളെ കണ്ടില്ല. നമ്മളെ സ്ത്രീകളുണ്ടെന്ന് പറയുന്നുണ്ട്. ഉണ്ടായിരുന്നാണ് പറയണത്. സ്ത്രീകളുണ്ടായിരുന്നു. രാവിലെ ഞങ്ങളെല്ലാവരും സ്ത്രീകളും ഞങ്ങളിപ്പോൾ അവിടെ നിന്ന് വരുമ്പോൾ ഓരോ പീസുകളായിട്ട് അവിടെ എവിടെയൊക്കെ ഇറക്കാം. ലിവറും കാര്യങ്ങളും എല്ലാം കയ്യും കാലും കുറെ കിടക്കുന്നുണ്ട്. വളരെ ഞെട്ടിക്കുന്ന വിവരണമാണ് നമ്മൾ കേട്ടത് അനിഷ. അതായത് 8ഓളം ആംബുലൻസുകളിൽ ആളുകളെ കൊണ്ടുപോയിട്ടുണ്ട് എന്നാണ് ഇവിടെയുള്ള ദൃക്സാക്ഷികളും രക്ഷാപ്രവർത്തനം നടത്തിയവരും പറയുന്നത്. എത്ര പേരുണ്ടായിരുന്നു എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ പാടശേഖരം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഇവരുടെ ശരീരഭാഗങ്ങൾ ചിതറിത്തെറിച്ച് വന്നിരുന്നു എന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയ ആളുകൾ പറയുന്നത്. ഇതിൽ എത്ര പേർക്ക് മരണം സംഭവിച്ചു എന്ന കാര്യത്തിൽ നമുക്ക് കൃത്യമായൊരു വിവരം ഇപ്പോഴും ലഭ്യമല്ല. പക്ഷേ ഇവിടുത്തെ പൊതുപ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ പറയുന്നത് ചിലരെ കൊണ്ടുപോകുമ്പോൾ അവർക്ക് അനക്കമുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഇക്കാര്യങ്ങളൊക്കെ തന്നെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ നിന്നും തൃശ്ശൂർ ജില്ലാ ഭരണകൂടത്തിൽ നിന്നും കൃത്യമായ വിവരം ലഭിക്കേണ്ടതാണ്. നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ഇപ്പോൾ ആ ഭാഗത്ത് നിരവധി ആളുകൾ ഈ ശബ്ദം കേട്ട് ഭയന്നുകൊണ്ട് അക്കരെ വന്ന് നിൽക്കുന്നതും മറ്റും കാണാം. വലിയ വിജനമായ പ്രദേശം പാടശേഖരത്ത് ഈ ഭാഗത്ത് ഒരുപാട് പേര് നിൽക്കുന്നുണ്ട്. ആ മറുവശത്ത് നമ്മുടെ ക്യാമറ നിൽക്കുന്നതിന് മറുവശത്ത് വലിയൊരു ജനക്കൂട്ടം തന്നെ അവിടെ വന്ന് നിൽക്കുന്നു നമുക്ക് കാണാം. നമുക്കറിയാം, ഒരു വലിയ സ്ഫോടക വസ്തുക്കളുടെ ശേഖരം പൊട്ടിത്തെറിച്ചാൽ പ്രദേശത്താകെ ഉണ്ടാകുന്ന പ്രകമ്പനം നമുക്ക് ഊഹിക്കാവുന്നതാണ്. ആദ്യം പ്രദേശവാസികൾ കരുതിയത് ഭൂകമ്പമാണെന്നാണ്. പക്ഷെ പിന്നീടാണ് പടക്കശാല പൊട്ടിത്തെറിച്ചു, അതായത് തിരുവമ്പാടിയുടെ പടക്ക നിർമ്മാണ സ്ഥലത്ത് വലിയ പൊട്ടിത്തെറി ഉണ്ടായി എന്നുള്ള ഒരു കാര്യം ആളുകൾ അറിഞ്ഞത്. ആദ്യം ഒരു ഭൂചലനമാണെന്നാണ് നമുക്ക് വ്യക്തിപരമായി പലരും നമ്മളെ ഫോൺ വിളിച്ച് പറയുമ്പോഴും മുണ്ടത്തിക്കോട് ഭാഗത്ത് ഭൂചലനമുണ്ടായി എന്ന തരത്തിലാണ് ആദ്യം നമുക്ക് തന്ന വിവരം. പിന്നീടാണ് അതൊരു പൊട്ടിത്തെറിയാണെന്ന വിവരത്തിലേക്ക് പോയത്. എന്തായാലും നാടിനെ നടുക്കിയ വലിയ ദുരന്തത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിയത് എന്ന് പറയേണ്ടി വരും. കാരണം ഒരു ജനതയാകെ തൃശ്ശൂർ പൂരത്തിൻ്റെ ആഘോഷത്തിനായി തയ്യാറെടുക്കുമ്പോൾ 24-ന് സാമ്പിൾ വെടിക്കെട്ടിനായി ഒരുങ്ങുമ്പോഴാണ് പൂരത്തിനായി തയ്യാറാക്കിയിരുന്ന വെടിക്കോപ്പുകൾ പൊട്ടിത്തെറിച്ചത്. ഇപ്പോഴും പ്രദേശത്ത് നിന്നും പൊട്ടിത്തെറിയുടെ ശബ്ദങ്ങൾ കേൾക്കാം. അനിഷ, നടരാജ്, ഈ ഫയർഫോഴ്സ് സംഘത്തിനൊക്കെ ഈ അപകടം നടന്ന സ്ഥലത്തേക്ക് എത്താൻ സാധിച്ചിട്ടുണ്ടോ? തീ നിയന്ത്രണ വിധേയമാക്കാനായിട്ടുണ്ടോ? സ്ഥലത്ത് ഫയർഫോഴ്സിന്റെ വിവിധ സംഘങ്ങൾ എത്തിയിട്ടുണ്ട്. അവർ അവിടെ നിന്നും ഈ സ്ഥലത്തേക്ക് പോയി ആളുകളെ രക്ഷിക്കുന്നും കൊണ്ടുപോകുന്നുമുണ്ട്. പക്ഷെ അപ്പോഴും ഈ സ്ഥലം പാടശേഖരത്തിന് നടുവിലാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പരിമിതി. ഇപ്പോൾ അവിടെ JCB ഉപയോഗിച്ചൊരു വഴിയൊക്കെ തന്നെ മാന്തി തയ്യാറാക്കുന്നത് നമുക്ക് കാണാം. അത് ജില്ലാ ഭരണകൂടത്തിൻ്റെ നിർദ്ദേശപ്രകാരമോ നാട്ടുകാർ ഇടപെട്ടോ മറ്റോ ചെയ്യുകയാണെന്ന് കരുതുന്നു. അവിടെ ഒരു വഴി വെട്ടുകയാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ ഭാഗത്തേക്ക് കൂടുതൽ വാഹനങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി ഇവിടെ നാട്ടുകാരും വളണ്ടിയർമാരൊക്കെ തന്നെ നാട്ടുകാരൊക്കെ തന്നെ ഇവിടെ രക്ഷാപ്രവർത്തനത്തിന് സന്നദ്ധരായി എത്തുന്നുണ്ട്. പോലീസിന്റെ വലിയൊരു വിന്യാസം ഈ ഭാഗത്ത് കാണാം. ഫയർഫോഴ്സിന്റെ കൂടുതൽ യൂണിറ്റുകൾ അവിടെ വന്നിട്ടുണ്ട്. ഇപ്പോഴും ആശങ്ക ഉയർത്തുന്ന കാര്യം അതാ അവിടെ വീണ്ടും പൊട്ടിത്തെറി നടത്തുമെന്നുള്ളതാണ്. ശക്തമായ രീതിയിൽ പുക ഉയരുകയും ഉച്ചത്തിൽ വെടിക്കോപ്പ് പൊട്ടിത്തെറിക്കുകയും ചെയ്യുന്നുണ്ട്. അതിൻ്റെ തൊട്ടടുത്ത ഭാഗത്ത് ചില പോലീസ് ഉദ്യോഗസ്ഥരും സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥരുമൊക്കെ ആ സ്ഥലത്ത് നിന്ന് അവിടുത്തെ സ്ഥിതിഗതികൾ പരിശോധിക്കുമ്പോഴും ആ ഭാഗത്തേക്ക് നീങ്ങരുതെന്ന കർശനമായ നിർദ്ദേശം പ്രദേശവാസികൾക്കും മാധ്യമപ്രവർത്തകർക്കും പോലീസ് നൽകിയിട്ടുണ്ട്. ഇവിടെ ഏത് തരത്തിലുള്ള അതായത് എന്താണ് സത്യത്തിൽ ഈ ഒരു അപകടത്തിലേക്ക് നയിച്ച കാര്യം എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല. ചൂടാണ്, കനത്ത ചൂടിലാണ് ഇത്തരത്തിൽ ഇവിടെ ഒരു വെടിക്കോപ്പ് നിർമ്മാണം നടന്നിരുന്നത് എന്നുള്ളത് ശരിയാണ്. സ്വാഭാവികമായിട്ടും ചൂടുകാലത്ത് ഇത്തരത്തിൽ തീ പടരാനുള്ള സാധ്യത ഒക്കെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതുമാണ്. എന്തായാലും ഇവിടെ എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യത്തിൽ കൂടുതൽ വിശദാംശങ്ങളാണ് നമുക്ക് വേണ്ടത്. ഇവിടെ രക്ഷാപ്രവർത്തനം നടത്തിയ ചില ആളുകളുടെ പ്രതികരണം തേടാം. എന്തായിരുന്നു, നിങ്ങളെ എത്ര മണിക്കാണ് ഇവിടെ എത്തിയത്? കുറച്ച് എത്തിയിട്ടൊരു 1 മണിക്കൂർ അതറിഞ്ഞപ്പോൾ ഞങ്ങൾ ലോഡ് ഇറക്കാൻ പോയി വന്നു. അപ്പോൾ അറിഞ്ഞപ്പോൾ ഇങ്ങോട്ട് ഇവിടുത്തുകാരനാണോ? പ്രകമ്പനമൊക്കെ കേട്ടിരുന്നു? ആ പ്രകമ്പനം ഒരു സൗണ്ടാണ് കേട്ടത് ആദ്യത്തിൽ. അത് വെച്ചാ അപ്പം ഞങ്ങൾ ഭൂമി കുലുങ്ങിയാന്ന് വെച്ചു.
പിന്നെ ഇവിടെ വന്ന് ഇങ്ങനെ കുട്ടമണത്ത് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളോട് ഓടിയെത്തി. ഇതിലും ഇങ്ങോട്ട് അടുക്കാൻ പറ്റില്ലല്ലോ. പ്രകമ്പനമാണ് എന്താ കേട്ടത്? സൗണ്ട്